സുബ്ഹാനല്ലാഹ്. ഇപ്പൊ ഉണ്ട് ഒരു പുതിയ പരിപാടി, പെണ്ണുങ്ങൾ പലരും തലമർത്തുന്നുണ്ട്. ആ മൊലിയാർ പറഞ്ഞില്ലേ, കൽബിലേക്കാണ് അള്ളാഹ് നോക്കുക, അള്ളാഹ് തലകൊള്ള നോക്കൂലോ. എടോ, കൽബ് നന്നായെങ്കിൽ നിന്റെ മുടി നീ പുറത്ത് കാണിക്കൂല പെണ്ണേ, അത് പച്ച ഹറാമല്ലേ. ഇപ്പോൾ ചില ചെറുപ്പക്കാർക്കുണ്ടൊരു ഏർപ്പാട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി കളഞ്ഞതും ഹദീസിലുണ്ട്, നബിതങ്ങൾ മുടി വളർത്തിയതും ഹദീസിലുണ്ട്. പക്ഷേ ആ നബിതങ്ങൾ മുടി വളർത്തുമ്പോൾ എണ്ണയിട്ട് വാർന്നിരുന്നു. ഇപ്പൊ എണ്ണ തൊടുന്നില്ല ചിലര്. എണ്ണ തൊടുന്നില്ല എന്ന് മാത്രമല്ല, കുളിച്ച് വന്നിട്ട് വാർന്ന് വെക്കുകയല്ല ചെയ്യുന്നത്. പിന്നെ സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് മേലോട്ടേക്ക് പൊക്കിയിടുകയാണ് മുടി. ഒരു പുതിയ പരിപാടിയാണ് അത്. സുന്നത്തിന്റെ രൂപമല്ല. മുടി വാർന്ന് അച്ചടക്കത്തിൽ വെക്കുകയാണ് വേണ്ടത്. ഒരു അച്ചടക്കമില്ലാത്ത സമൂഹമാണെന്ന് മുടി കാണുമ്പോൾ തന്നെ തോന്നാൻ പാടില്ലല്ലോ. ഇതുപോലെ ഞാൻ പറയട്ടെ, വേറെ ചില സംഗതി കാണുന്നുണ്ട്. ചിലര് മുടി അങ്ങ് പഠിക്കുകയാണ്. എവിടെ? അതാ മദ്യത്തിൽ മാത്രം വെച്ചിട്ട് 4 ഭാഗവും വടിച്ചു കളയുകയാണ്. ബേക്കിലൊന്നും തീരെയില്ല, മൊത്തം പഠിച്ചിട്ടുണ്ട്. മദ്യത്തിൽ മാത്രം ചട്ടി കുടുക്കിയതുപോലെ. ഇതും ശരിയായ രീതിയല്ല, അതും തെറ്റായ രീതിയാണ്. വേറെ ചിലര് മുടി അങ്ങോട്ട് വളർത്തിയിട്ട് പെണ്ണുങ്ങൾ വളർത്തും പോലെ ആണുങ്ങൾക്ക് മുടി എന്നിട്ട് ബാക്കിൽ പിടിച്ച് കെട്ടിയിട്ടിട്ട് ഒരു ബാലുമായിട്ട് നടക്കുന്നു. ഇതൊന്നും ശരിയായ രീതിയല്ല. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ, ഇസ്ലാമിൽ പരിപൂർണമായി കടക്കണമെന്നല്ലേ ഖുർആൻ പറഞ്ഞത്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുമ്പോ നബി തങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത്, നബി തങ്ങൾ എങ്ങനെയാണ് മുടി വളർത്തിയത്, നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത്, അത് പിന്തുടരാനുള്ളൊരു നല്ല മനസ്സ് മുസ്ലിമീങ്ങളെ നമുക്ക് എല്ലാ വിഷയത്തിലും ഉണ്ടാകണം. നമ്മൾ കുറെ അപ്പുറവും ഇപ്പുറവും കുറ്റം പറയുന്നവരും പരസ്പരം നിസ്സാരപ്പെടുത്തുന്നവരും പരസ്പരം ഭിന്നിക്കുന്നവരും പരസ്പരം ചീത്ത വിളിക്കുന്നവരും അങ്ങനെയൊന്നും ആകാതെ നമ്മുടെ മുന്നിലൊരു മരണമുണ്ടെന്ന ബോധത്തോടെ ആ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിയൊന്ന് മരിക്കണം. സുബ്ഹാനല്ലാഹ്. അതുവരെ ഉള്ള ആളുകൾ അവരെല്ലാം മാറി നിന്നുപോയി. നമ്മൾ സ്വന്തത്തിൽ തന്നെ മരണത്തിന്റെ വേദന അനുഭവിക്കുകയാണ്. ആ മരണം സംഭവിച്ചാൽ നമുക്ക് ഖബറിലേക്ക് ഒറ്റക്ക് പോയി കിടക്കാനുള്ളതാണ്. അവിടെ മുങ്കർ നക്കീറിന്റെ ചോദ്യത്തിന് മറുപടി പറയാനുള്ളതാണ്. കൂടെ ആരും വരുന്നില്ലല്ലോ. എത്ര വലിയ വണ്ടിയിൽ യാത്ര ചെയ്യുന്നവനും മയ്യിത്ത് കട്ടിലിൽ കയറുകയാണല്ലോ. സുബ്ഹാനല്ലാഹ്. കണ്ണട അഴിച്ചു വെച്ചു പോയി. അതേ, നീ സ്വർണത്തിന്റെ മോതിരം ധരിക്കാറുണ്ടോ? ഹറാം. അത് ഊരി വെച്ചു പോയി. എല്ലാ മോതിരവും എല്ലാ സാധനവും ഊരി വെച്ചു പോയി. നിന്റെ അന്തസ്സുള്ള ഡ്രസ്സുകളൊക്കെ ഊരി വെച്ചു പോയി. വെറും 3 കഷ്ണം തുണിയിൽ നിന്നെ പൊതിയുമ്പോൾ നീ പലരെയും ഗീബത്ത് പറഞ്ഞ നിന്റെ തൊള്ളയില്ലേ, നീ കളവ് പറഞ്ഞ നാവും തൊള്ളയുമില്ലേ, നീ ചിലപ്പോൾ കഞ്ചാവടിച്ച വായില്ലേ, അതിന് പരുത്തി വെച്ചു പോയി. അന്യപെണ്ണിലേക്ക് നോക്കിയ കണ്ണില്ലേ, അവിടെ പരുത്തി വെച്ചു പോയി. നിന്റെ കാത് ഹറാമിങ്ങനെ കേട്ട കാതില്ലേ, അലിമീങ്ങളെ ചീത്ത പറയുന്നതും കുറ്റം പറയുന്നതൊക്കെ കേട്ട നാവില്ലേ, അതേ കാതില്ലേ, അതിന് അതാ പരുത്തി വെച്ചു പോയി. നിന്റെ തൊള്ളക്ക് പരുത്തി വെച്ചു പോയി. അങ്ങനെ നിന്റെ കൈകൾക്കിടയിൽ വിരലുകൾക്കിടയിലും എല്ലാം പരുത്തി വെച്ചു പോയി. 3 കഷ്ണം തുണിയിലങ്ങ് പൊതിഞ്ഞിട്ട് കൊണ്ടുപോകുന്ന ഒരു സമയം ഈ പാവപ്പെട്ട എനിക്ക് അത് എപ്പോഴാണെന്ന് പറയാനൊക്കുമോ? നാളെ ഈ സമയത്ത് ഞാൻ ഖബറിലാണോ അല്ല ഇതേപോലെ പുറത്താണോ എനിക്ക് പറയാനൊക്കുമോ? നമുക്കാർക്കെങ്കിലും പറയാനൊക്കുമോ? ഓ മുഅ്മിനീങ്ങളെ, വസ്തഫിരി ഖിദ്ദംഅ മിൻ ഐനിൻ ഖാദിൻ തലഅത് മിനൽ മഹാരിമി വൽ സംഹിം യതന്നദമി. നിങ്ങളോടിത് പറയുമ്പോൾ ഞാനൊരു മഅസൂമായ നബിയല്ല, മഹ്ഫൂദായ ഖുത്ബല്ല. ഞാൻ നിങ്ങളിൽ ഏറ്റവും മോശക്കാരനായിരിക്കാം.
അല്ലാഹു നമുക്കെല്ലാവർക്കും മാപ്പ് നൽകുമാറാകട്ടെ. നമ്മുടെ ഖൽബ് അല്ലാഹുവിലേക്ക് തിരിച്ച് ജീവിതത്തിൽ വന്ന തെറ്റുകൾക്കൊക്കെ റബ്ബിനോട് മാപ്പ് പറഞ്ഞു നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങണമെന്നും നല്ലവരായി ജീവിച്ച് മരിക്കണമെന്നും എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റഹീമീൻ റബ്ബേ, ഞങ്ങൾക്ക് എപ്പോഴും മുന്നിൽ മരണമുണ്ടെന്ന ബോധത്തോടുകൂടി ഈമാനോടെ തഖ്വയോടെ ജീവിക്കാൻ ഭാഗ്യം തരണേ റഹ്മാനേ.